തെറ്റി നടക്കണോളെ, ഒരു സജ്ജന സമ്പ്രദായം കയ്യിലില്ലാത്തോളെ, ദുഷ്ടത്തരം മാത്രമായിട്ട് നടക്കണോളെ. അസ്മിൻ കുലേഹി പൂർവേഷാം ജ്യേഷ്ഠോ രാജ്യാഭിഷിച്ചത്. ഈ വംശത്തിൽ ജ്യേഷ്ഠൻ രാജാവായി വാണതേ ചരിത്രമുള്ളൂ. അനിയന്മാർ ജ്യേഷ്ഠൻ ഇരിക്കെ രാജാവായി വാണ ചരിത്രം ഇന്നും ഇല്ല, ഒരു കാലത്തും ഇല്ല. ഇത് അറിയാത്ത ആളല്ലല്ലോ ഇല്ലേ, അമ്മ ഇത് അറിയാത്ത ആളല്ലല്ലോ. അതുകൊണ്ട് അപരേ ഭ്രാതരസ്തസ്മിൻ പ്രവർത്തന്തേ സമാഹിതാഹ. ജ്യേഷ്ഠൻ രാജാവായിട്ടിരിക്കുക, അനിയന്മാർ ജ്യേഷ്ഠനനുസരിച്ച് കഴിയുക. ഇതാണ് ഇവിടുത്തെ പതിവ്. നഹിമന്യേ നൃശംസേത്വം രാജധർമ്മം അപേക്ഷസേ. അത് ദുഷ്ടേ, രാജധർമ്മത്തെക്കുറിച്ച് നിനക്കൊരു വിവരമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഗതിം വാന്ന വിജാനാസി രാജവൃത്തസ്യ ശാശ്വതിയും. ശാശ്വതമായ രാജധർമ്മത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം അവർ ചോദിച്ചു. ഭരതൻ നല്ല വിവരമുള്ള കുട്ടിയാ. സതതം രാജവൃത്തേഹി ജ്യേഷ്ഠേ രാജേ. അതുകൊണ്ട് ജ്യേഷ്ഠനാണ് രാജാവ്. അത് അമ്മ പറഞ്ഞാലും ഇല്ലെങ്കിലും ഭരതൻ അങ്ങോട്ട് കത്തിക്കയറി കുറച്ചങ്ങോട്ട് പറഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ, ഇനിയാണ് ഇത് കൂടിക്കൂടി വരുന്നത്. ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അവർക്ക്. ഈ ഭരതൻ പറഞ്ഞു, രാജ്യാൽ ഭ്രംശസ്വ കൈകൈ. പൊക്കോളൂ ഇവിടുന്ന്, നാട്ടിൽ കണ്ടുപോകരുത് പറഞ്ഞു. ആരോട്? ആമ്പോ അത് വല്ലാത്ത കാര്യമായിപ്പോയി. എന്താ പറയുക, രാജ്യാൽ ഭ്രംശസ്വ കൈകൈ നൃശംസേ ദുഷ്ടചാരിണി. ദുഷ്ടസമ്പ്രദായക്കാരി, നാട്ടിൽ കണ്ടുപോകരുത്, പൊയ്ക്കോളോ ഇവിടുന്നെന്നും പറഞ്ഞു. എന്താ പരിത്യക്താസി ധർമ്മേണ അമ്മാമൃതം രുതീ ഭവ. അതുകൊണ്ട് നിന്നെ ഞാൻ അമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കണോ, ഇനി എന്ത് ചെയ്യേണ്ട, ധർമ്മത്തോടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭർത്താവ് മരിച്ചുപോയില്ലോ എന്ന് വിരിയിച്ച് നീ നിലവിളിക്കാനൊന്നും നിൽക്കണ്ട, പൊയ്ക്കോള് ഇവിടുന്നെന്നും പറഞ്ഞു. കിന്നുതേ നോക്കൂ, ഈ ജാതി പ്രവൃത്തി ചെയ്തിട്ട് നാണമില്ലാത്ത മട്ടിൽ അനങ്ങാതിരിക്കണേ ഈ സ്വരൂപമുണ്ടല്ലോ, സഹിക്കവയ്യ. അതുകൊണ്ട് എന്തേ പറഞ്ഞു ചോദിച്ചാൽ, കൈകേയി നരകങ്കച്ഛ. എന്താ പറഞ്ഞത്? കൈകേയി നരകങ്കച്ഛ മാച്ച ഭർത്തുസ്വലോകതം. അച്ഛൻ സ്വർഗത്തിക്കാ പോയത്, അത് നീ നരകത്തിക്ക് പോകണം. എന്താ കാരണം? അച്ഛൻ അവിടെയെങ്കിലും സ്വൈരായിട്ടിരിക്കട്ടെ എന്ന്. എവിടെയും നിവളും അടുത്ത വണ്ടിക്ക് സ്വർഗത്തേക്ക് പോയാൽ രാജാവ് ഇവിടെ ഇത്തിരി സ്വൈരായി എന്ന് വിചാരിക്കുമ്പോൾ മറ്റേ സാധനം കയറി വരുന്നത് ഇത് സഹിക്കില്ല. അതുകൊണ്ട് നരകത്തേക്ക് പോവോ നീയെ എന്നും പറഞ്ഞു. മാതൃരൂപേ മമ അമിത്രേ നൃശംസേ രാജകാമുകേ നത്തേ അഹം അഭിഭാഷ്യോസ്മി ദുർവൃത്തേ പതിഘാതിനി. അമ്പോ, എന്നോട് ഞാൻ ഒരു അക്ഷരം മിണ്ടാൻ പുറപ്പെടുന്നു. എന്താ കാരണം? ദുഷ്ടസംസർഗം കളയണമെന്ന ശാസ്ത്രത്തിൽ ഞാൻ പഠിച്ചതെന്നും പറഞ്ഞു. അതുകൊണ്ട് മാതൃരൂപേ, അമ്മയുടെ രൂപത്തിൽ വന്ന മമ അമിത്രേ, എൻ്റെ ശത്രുവാണ്. നൃശംസേ ദുഷ്ടേ രാജ്യകാമുകേ, രാജ്യം 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 എന്ന് കാമിച്ച് നടക്കണോളെ. നത്തേ അഹം നമുക്കോ അഭിഭാഷ്യോസ്മി, എന്നോട് ഞാൻ ഒരു അക്ഷരം മിണ്ടാൻ ഉത്സാഹിക്കുന്നില്ല. ദുർവൃത്തെ ദുഷ്ടസമ്പ്രദായക്കാരി, പതിഘാതിനി ഭർത്താവിനെ കൊന്നോളെ. അമ്പോ, ഈ ഭരതനെ എവിടുന്നേ അതൊക്കെ കിട്ടിയതില്ലേ? അതിനൊന്നും പറയുന്ന ഒരാളൊന്നല്ലാരും. ഭരതനെ പറഞ്ഞു പോവും ചിലപ്പം ഇല്ലേ? ഭരതൻ പറഞ്ഞു. അതുകൊണ്ട് കൗസല്യാച്ച സുമിത്രാച്ച യശ്ചന്യാമമ്മ മാതര. എനിക്കിനി രണ്ടമ്മമാരുണ്ട്. ഒന്ന് എൻ്റെ കൗസല്യമ്മയും എൻ്റെ സുമിത്രമ്മയും. ദുഃഖേന മഹതാവിഷ്ടസ്ത്വം പ്രാപ്യ കുലദൂഷിണിയും. എന്നെ പോലെ ഒരുത്തി കുടുംബത്ത് കയറിയവരുണ്ട്. ആ അമ്മമാരും കഷ്ടത്തിലായി. അവർക്കും ഭർത്താവില്ലേണ്ടേ ഇല്ലേ? നീ ഒരാൾ കാരണമതില്ലേ അതേ കണ്ടായത്? ദുഷ്ടേ എന്നും പറഞ്ഞു. രാക്ഷസി. അമ്പു രാക്ഷസീ തത്ര ജാതാസി കുലപ്രഥം സിനിപ്പിതു. നീ രാക്ഷസിയാണ്. അച്ഛനെ കൊല്ലാൻ ജനിച്ചതായി കുടുംബത്തിലേക്ക് വന്നിട്ട് കയറിയിട്ട് കഷ്ടം. വനം പ്രസ്ഥാപിത ദുഃഖാൽപിതാചത്രി ദിവൻ. ഏട്ടൻ കാട്ടിക്കും പോയി, അച്ഛൻ സ്വർഗത്തിക്കും പോയി. സഹിക്കുന്നില്ലല്ലോ. ആ കുട്ടി പിന്നെയും കുറേ നിലവിളിച്ചു. ആരും ഭരതൻ പാവം ഇങ്ങനെ പറഞ്ഞും നിലവിളിച്ചും ഭൂമിയിൽ വീണും കഷ്ടത്തിലായിട്ട് എന്തൊരു സങ്കടമാണ് ആ ഭരതൻ്റെത്. അതുകൊണ്ട് പറയണ നഹ്യഹം പാപസങ്കൽപ്പേ പാപേ പാപം ത്വയാകൃതം ശക്തോ ധാരയിതും പൗരൈഹി അശ്രുകണ്ഠൈർ നിരീക്ഷത. ഈ ജാതി ദുഷ്ടസമ്പ്രദായക്കാരിയായിട്ട് വന്ന് നീ ചെയ്ത ഈ പാപം കൊണ്ട് ഈ പറഞ്ഞ ദുരിതങ്ങളൊക്കെ എൻ്റെ തലയിൽ ഞാൻ ഏറ്റേണ്ടതായിട്ട് വന്നൂലോ. എല്ലാവരും ആരെക്കുറിച്ച് നാട്ടുകാരെന്താ പറയുക? ഭരതൻ നാളെ റോട്ടിൽ കൂടി ഇറങ്ങി നടക്കുമ്പോൾ ആളുകൾ എന്താ പറയുക? അതാ ഇവൻ അങ്ങനെയല്ലേ പറയുള്ളൂ. നല്ല സമ്പ്രദായം. ഓ ഭരതകുമാരൻ വന്നു എന്ന് പറയുമായിരുന്നു. പക്ഷെ അതാരില്ലേണ്ടേക്ക് കൈകൈ കാരണമില്ലാതെ കണ്ടായില്ലേ. അതുകൊണ്ട് സാത്വം അഗ്നിം പ്രവിശ, പോയി തീയിച്ചാട, അല്ലെ സ്വയം വാവിശദണ്ഡക, അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിക്ക് പോക്കോളൂ. രജ്ജും ബദ്ധ്വാധവാ കണ്ഠേ നഹിതേന്യൽ പരായണം, അല്ലെങ്കിൽ ഒരു കഷ്ണം കയറെടുത്തിട്ട് മിറ്റത്തെ നാട്ടുമാവിൻ്റെ കൊമ്പത്തേക്ക്. ഇതല്ലാതൊരു ഗതി എനിക്കില്ല എന്ന്. അമ്പോ, എന്തൊക്കെയാ പറയുന്നതില്ലേ ഭരതൻ. ദേഷ്യപ്പെട്ടിട്ടേ ഒന്നും പറയണ്ട. അഹമപ്യവനീം പ്രാപ്തേ രാമേ സത്യപരാക്രമേ കൃതകൃത്യ
ഭവിഷ്യാമി വിപ്രവാസിത കൽമഷ, നീയെ ഈ വിധത്തിൽ നശിച്ച കഷ്ടത്തിലായിട്ട് തീരട്ടെ എന്നും പറഞ്ഞു. ഭരതൻ എന്തുണ്ടായെന്നറിയൂ? ഭരതൻ എന്നിട്ട് കുറച്ചങ്ങോട്ട് പിന്നാക്കം വാങ്ങി നിന്നിട്ട് കൈ ഇങ്ങോട്ട് നീട്ടിയിട്ട് അമ്മോട് പറഞ്ഞു, എന്തേ കാര്യം? വലിയ കാര്യമായിട്ട് അമ്മ തരാക്കി വെച്ചതല്ലേ എനിക്ക് രാജ്യം. രാജ്യം ന കാമയേ ജാതു മന്ത്രയേ നാപി മാതരം. രാജ്യം ഒരിക്കലും ഇനി എൻ്റെ കയ്യിലല്ല എൻ്റെ കാൽക്കൽ കൊണ്ടുപോയി വെച്ച് തൊഴുതാലും ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല എന്നും പറഞ്ഞു. എന്തായിരുന്നു? രാജ്യം എന്ന കാമയെ ജാതു. ജാതു വെച്ചാൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, രാജ്യത്തെ കാമിക്കില്ല. മന്ത്രയേ നാപ്പി മാതരം, മരിക്കുക എന്ന് വന്നാൽ എൻ്റെ അവിടെ ഒരു അക്ഷരം ഞാൻ മിണ്ടൂല്ല എന്നും പറഞ്ഞു. ആര്? ഭരതൻ പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ? അഭിഷേകം ന ജാനാമി യോഭുദ്രാജ്യ സമീക്ഷിത വിപ്രകൃഷ്ടൈഹം ദേശേ ശത്രുഘ്ന സഹിതോ വസം. ഏട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ രാജാവായിട്ട് അങ്ങോട്ട് വാഴിക്കും. അച്ഛൻ്റെ വാക്കാണ് കേമച്ച, ഞാനും ഉണ്ണിയും കൂടി കാട്ടിക്ക് അങ്ങോട്ട് പോവും. ഏതുണ്ണി? ശത്രുഘ്നനും കൂടി കാട്ടിക്ക് അങ്ങോട്ട് പോകും. നോക്കിക്കോളൂ. അതുകൊണ്ട് ആഗത ക്രൂരകാര്യായ അല്ല തൻ്റെ കൈകേയ്യ ഭരതസുത തമഹം ദ്രഷ്ടുമിച്ഛാമി ഭരതം ദീർഘദർശിനം. ഒന്നും പറയണ്ട. അപ്പോഴേക്ക് എന്താ ഉണ്ടായെന്നാണ്, ഈ കൈകേയിയുടെ മകൻ ഭരതൻ വന്നിരിക്കണോ. അതുകൊണ്ട് ഈ കുട്ടി ഇല്ലേ വന്നു എന്നൊക്കെ അപ്പോഴേക്ക് എല്ലാ ദിക്കിലും അറിഞ്ഞൂലോ. അറിഞ്ഞപ്പോൾ എന്താ ഉണ്ടായെന്നറിയൂ? കൗസല്യ ദുഃഖിച്ചിരിക്കണില്ലേ. ഭരതനാണെങ്കിൽ ഇപ്പം അമ്മയുടെ അടുത്ത് കുറേയൊക്കെ പറയലും കുറേ വികാര വിക്ഷോഭമൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്തു വെച്ചിട്ടോ, പ്രതസ്ഥേ ഭരതോ യത്ര കൗസല്യായ നിവേശനം. ഭരതൻ അവിടുന്ന് നേരെ പോയത് എവിടേക്കാണെന്നറിയൂ? കൗസല്യമ്മയുടെ കൊട്ടാരത്തേക്ക് അങ്ങോട്ട് ചെന്നു. അവിടെ അപ്പം ശത്രുഘ്നനും കൂടെ ഉണ്ട്, രണ്ടാളും കൂടി അങ്ങോട്ട് ചെന്ന്. ഇവരിങ്ങനെ പോണ സമയത്താണ് പ്രസ്ഥാപ്യ ചീരവസനം പുത്രം മേ വനവാസിനം കൈകേയും കം ഗുണം തത്ര പശ്യതി ക്രൂരദർശിനി. നോക്കൂ അപ്പം എന്താ ഉണ്ടായത്? ആ നിലവിളിച്ചും കൊണ്ടിരിക്കണ ഈ പൂജയ്ക്കൊക്കെ ഒരുക്കിയിരിക്കണ കൗസല്യാണ്. അതൊക്കെ കളഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ നിലവിളിച്ചിരിക്കണത്. അവിടെ ചെന്ന് എന്ത് ഗുണം കിട്ടിയത്? കൈകൈക്ക് ഇങ്ങനെ ഒരു പണി ചെയ്തിട്ട് എൻ്റെ മകനെ കാട്ടിക്ക് അയച്ചിട്ട് എന്തൊരു സന്തോഷം ഉണ്ടായതാവോ. കഷ്ടയ്യേ എന്ന് പറഞ്ഞിട്ട് കൗസല്യ ഇങ്ങനെ നിലവിളിച്ച്, ഉണ്ണിയെ ഭരത നിനക്ക് രാജാവാണെങ്കിൽ രാജാവ് ആവാറുന്നില്ല, എൻ്റെ ഉണ്ണിയെ കാട്ടിക്ക് അയക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് നിലവിളിച്ചു. എന്തല്ലേ കണ്ട വല്ലോരെന്തെങ്കിലുമൊക്കെ തോന്നിവാസം ചെയ്താൽ അതിൻ്റെ ഫലം ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കന്മാർ അനുഭവിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ദുരിതം അല്ലാത്ത ദുരിതം അത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് ടീച്ചർമാരുടെ കണ്ണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കും. പിറ്റേന്ന് അച്ഛനെയും കൊണ്ട് വരാൻ പറയും. അച്ഛൻ ആ സ്കൂളിൽ വന്നിട്ട് എന്ത് ചെയ്യണ്ടു? അച്ഛനൊരാളുടെയും കണ്ണ് പൊട്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കണ്ണ് പൊട്ടിയവർക്കൊക്കെ സഹായം ചെയ്തിട്ടുമുണ്ട്. ആ അച്ഛൻ എന്ത് ചെയ്യും? ജാതി ഒരു സാധനം. വാസ്തവത്തിൽ ഈ മകൻ കാരണം കഷ്ടത്തിലാവുന്നത് ആരാണ്? അദ്ദേഹം ഇത് പൊട്ടിക്കാനല്ല അങ്ങോട്ട് അയച്ചത്, ആ അക്ഷരം പഠിക്കാനാണ് അയച്ചത് എന്ന് പറഞ്ഞ മാതിരി ഈ കൈകൈ ചെയ്ത് ഉഷ്ടത കാരണം ഇപ്പം എല്ലാ ദിക്കിലും പറയിപ്പിക്കണം മട്ടായി തീർന്നു ആരുടെ സ്വരൂപം? ഭരതൻ്റെ കൗസല്യ. അപ്പോൾ കൗസല്യമ്മ ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞ് വിഷമിച്ചിട്ട് ഉണ്ണിയേന്ന് പറഞ്ഞ കാരണം ഇതം ഹിതവ വിസ്തീർണം ധനധാന്യ സമോചിതം ഹസ്ത്യശ്വ രഥസമ്പൂർണം രാജ്യം നിര്യാതിതം ത്വയ. ഉണ്ണിയെ നിനക്ക് ഈ രാജ്യം സമ്പത്തൊക്കെ നിനക്ക് എടുക്കാറുന്നില്ലേ എൻ്റെ ഉണ്ണി എന്തിന് ഇത്യാദി ഇങ്ങനെ പല ജാതി വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് കൗസല്യം അങ്ങോട്ട് ഉറക്കാൻ നിലവിളിച്ചു. എന്താ അപ്പം പറയുക? പപാതചരണോ തസ്യാസ്തദാ സംഭ്രാന്തചേതന വിലപ്യ ബഹുധാ സംജ്ഞോ ലബ്ധസംജ്ഞസ്തതസ്ഥിത. ഇത് കേട്ട സഹിക്കവയ്യാത്ത ദുരിതത്തോട് കൂടിയിട്ട് കൗസല്യയുടെ കാൽക്കലേക്ക് ആരങ്ങോട്ട് വീണു. അമ്മേന്നും പറഞ്ഞിട്ട് ഭരതൻ അങ്ങോട്ട് വീണു. ബോധം അങ്ങോട്ട് പോയി. സഹിക്കവയ്യാത്തത് കിട്ടിയ ബോധമൊക്കെ പോവുമല്ലോ. കൗസല്യയ്ക്ക് അപ്പോൾ ഇങ്ങനെ ഈ കുട്ടി വീണത് കണ്ട് കൗസല്യ പരിഭ്രമിച്ചു പോയി. കൗസല്യ വേഗം കിണ്ടിയിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് തളിച്ചു, മുഖത്ത് തളിച്ചു. അപ്പോൾ അത് ഉണർന്ന് മുഖത്തൊക്കെ തലോടി നല്ലോണം നെറ്റിയൊക്കെ ഒന്ന് തടച്ചു, മുടിയൊക്കെ ഒന്ന് നേരിയൊക്കെ കൗസല്യ ഉണ്ണിയെ എന്ന് വിളിച്ചു. അപ്പോൾ ഉണ്ണി അന്ന് ഇരിക്കണ ഇരിപ്പിൽ നിലത്തിരുന്നിട്ട് കൗസല്യമ്മയുടെ കാല് രണ്ടും പിടിച്ചിട്ട് പറഞ്ഞു, ആര്യേ കസ്മാദജാനന്ദം ഗരിഹസേ മാം അഖിൽ വിഷം വിപുലാം ചമ പ്രീതിം സ്ഥിരാം ജാനാസി രാഘവേ. അമ്മേ, എന്താ ഞാൻ അറിഞ്ഞ കാര്യമല്ല ഇതൊന്നും. ഒരു കാര്യം കസ്മാത് അജാനന്ദം, ഇതൊന്നും അറിയാത്ത എന്നെ ഈ വിധത്തിൽ അമ്മ ഇങ്ങനെ പറയരുതേ. എനിക്ക് വയ്യത് കേൾക്കാൻ. എന്ത് ഞാൻ എന്താ അറിഞ്ഞിട്ടില്ല? ഇങ്ങനെ ഇവിടെ ഈ കൈകൈ ഇങ്ങനെ ചെയ്യാന്നൊന്നും എനിക്കറിയില്ലേ. വിപുലാം ച മമ പ്രീ, അമ്മയ്ക്ക് അറിയില്ലേ വല്യേട്ടനോട് ഞാൻ എങ്ങനെയാണ്, എനിക്ക് എങ്ങനെയാ, എന്നോട് എങ്ങനെയാ വല്യേട്ടൻ്റെ കഥ എന്നൊക്കെ അമ്മയ്ക്ക് അറിയില്ലേ? എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യോ? കൃതം ശാസ്താനുഗ ബുദ്ധിർമ ഭൂൽ കസ്യ
ബുദ്ധി കൊണ്ട് പോലും ഞാൻ, മനസ്സുകൊണ്ട് പോലും ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ നേരെ ഒരു ആലോഹ്യം ചിന്തിക്കണവനല്ല. അതുകൊണ്ട് പ്രേഷ്യം ഭാവീയ സംയാതു സൂര്യം ച പ്രതിമേഹതു ഹന്തുപാതേനകം. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠനെ കാട്ടിലേക്ക് അയച്ചവർക്ക് എന്തുണ്ടാവട്ടെ? പ്രേഷ്യം ഭാവീയ സംയാതു സൂര്യം ച പ്രതിമേഹതു. എങ്ങനെയെന്നാണെങ്കിൽ ചില കഷ്ടത്തിലുള്ള പാപങ്ങൾ ചെയ്തവർക്കുള്ള ഫലം ഉണ്ടാവട്ടെ. ആർക്ക്? രാമനെ കാട്ടിലേക്ക് അയച്ചവർക്ക്. ഏതൊക്കെയത്? എൻ്റെ ഏട്ടനെ കാട്ടിലേക്ക് അയക്കാൻ പുറപ്പെട്ട് അതിന് ഉത്സാഹിച്ചവർക്ക് എന്തുണ്ടാവട്ടെ എന്നാ പറഞ്ഞത്? ഈ സൂര്യൻ്റെ, അത് പറയുക എങ്ങനെ? പ്രേഷ്യം പാപീയ സംയാതു സൂര്യം ച പ്രതിമേഹതു. സൂര്യൻ്റെ നേരെ തിരിഞ്ഞിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യണ പാപികൾക്ക് ഉണ്ടാവുന്ന പാപം. പറഞ്ഞതിൻ്റെ അർത്ഥം അന്ന് ആ പ്രക്രിയ മഹാ അപകടം, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. സൂര്യൻ്റെ നേരെ തിരിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യരുത്? മലമൂത്ര വിസർജനം ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർക്കുള്ള പാപം ഉണ്ടാവട്ടെ. പിന്നെ മാത്രമല്ല, ഹന്തു പാതേന ഗാം സുപ്പതാം. കിടക്കണ പശുവിനെ കാലോണ്ട് ചവിട്ടിയോനുണ്ടാവുന്ന പാപം എൻ്റെ ഏട്ടനെ കാട്ടിക്ക് അയച്ചോനുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അന്നത്തെ കാലത്ത് പശുവിനെ കാലോണ്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ദുഷ്ടാണ്, അത്രയ്ക്ക് ദുഷ്ടത എന്നാ പറയുക. യസ്യ അര്യോനും മത്തെ എൻ്റെ ഏട്ടനെ കാട്ടിക്ക് ഇങ്ങനെ കുറേ പറഞ്ഞ് ആരും നിലവിളിച്ചു. ഞാനിതൊന്നും അറിയണില്ലേ. അങ്ങനെ ഈ കൗസല്യ പാവം കണ്ണീരോട് കൂടി മുടിയൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കണ കൗസല്യ എത്ര നല്ല സുന്ദരി, എന്തൊരു സമ്പ്രദായക്കാരിയാണ് കൗസല്യ ഇല്ലേ? രാജാവിൻ്റെ പട്ടമഹിഷിയായിട്ട് രാജാവ് പരിഗണിച്ചില്ലെങ്കിലും നല്ല മട്ടും മാതിരിയായിട്ട് കൊട്ടാരത്തിലൊരു അലോഹ്യമില്ലാത്ത മട്ടിലൊരാളെ അറിയിക്കാതെ കഴിച്ചു കൂട്ടി പോകുന്നവളാണ് ഈ കൗസല്യയും സുമിത്രയും. ആ കൗസല്യൊക്കെയാണ് ഇപ്പം എണ്ണയും മെഴുക്കും പെരട്ടാതെയും നേരാമണ്ണം കുളിയും ഇതൊന്നും ഇല്ലാതെ എന്തായിട്ട് ഇരിക്കണു? മുഖമൊക്കെ വാടി പറന്ന് കിടക്കണ മുടി, ചമന്ന കണ്ണ്, ഇങ്ങനെ കണ്ണീരിങ്ങനെ എപ്പോഴും ഉണ്ണായും കഴിക്കായും കുടിക്കായും കാരണം ശുഷ്കിച്ച ശരീരം. അങ്ങനെ ആ കയ്യൊക്കെ ഇങ്ങനെ മെലിഞ്ഞ കയ്യോണ്ടാണ് ആരെ തലോടിയത്? രാവിലെ ഭരതൻ ആ കയ്യെ പിടിച്ചതാ പറഞ്ഞത്, അമ്മേ എന്നോട് എങ്ങനെ പറയരുതേ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞു വെച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടച്ചാ നടക്കുമോ ഇതൊക്കെ? ഞാൻ അച്ചപ്പടി ഉണ്ടായിരുന്നില്ലല്ലോ. ആരോട് പറഞ്ഞു? കൗസല്യ കുറേ ഇതൊക്കെ കേട്ടു. എന്തല്ലേ നോക്കൂ, ഒരുത്തി വിചാരിച്ചാൽ മതിയില്ലേ എന്ത് ചെയ്യാൻ? അതാണ്, ഒരാൾ വിചാരിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും? ചിലതൊക്കെ നന്നാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്തിനു പറ്റും? ചീത്തയാക്കാൻ ആരെങ്കിലും ഒരാൾ ഇറങ്ങിയാലും ഓക്കെ അല്ലേ? ഇപ്പം നമ്മുടെ കുട്ടിയുടെ കല്യാണമോ അല്ലെങ്കിൽ ഒരു വിശേഷമോ ഒക്കെയാണ്, വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി പണം അതും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കഷ്ടത്തിലായിട്ടാണ് നമ്മളതിന് ഒക്കെ പുറപ്പെടുന്നത്. അപ്പോഴാണ് ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ ഇഷ്ടമില്ലാത്തവൻ കള്ളും കുടിച്ച് വന്ന് മുണ്ടും ഇല്ലാണ്ട് വന്ന് അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടുണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? അവൻ എന്തേ വേണ്ടു? കുറച്ച് കള്ളും കുടിക്കണം, മുണ്ടുവിന് ഊരാൻ എളുപ്പമാണ്, ഉടുക്കാനതിനേക്കാൾ എളുപ്പമാണ്. വീശി നടന്നിട്ട് ലഹളയും കൂട്ടി ആളുകളൊക്കെ കണ്ടില്ല. അപ്പോൾ ആളുകൾ മോശമായി കണ്ടോ? ഈ മോശമായി എന്നുള്ള മോശമാക്കാൻ പിന്നെ പറ്റി, നന്നാക്കാൻ പറ്റുമോ? നന്നാക്കൽ എളുപ്പമല്ല, നല്ല പണിയുണ്ട്. അദ്ദേഹം കുറേ പണിയെടുത്തിട്ടാണ് നന്നാക്കിയത്. അപ്പം ഏത്തിനെയും ചീത്തയാക്കാൻ എന്തേ വേണ്ടു? നഞ്ഞ് ഒരു നഴി മതി. അവർ അറിയില്ലേ, നമ്മൾ വിഷം ധാരാളം വേണ്ട, ലേശേ വേണ്ടു എന്ന് പറയും പോലെയാണ് എന്ത്? ലോകത്തിലെ ദുഷ്ടത കൈകയുടെ വിഷമാണ് എല്ലാതിക്കലും പകരം. ഇനി നമുക്ക് ആ ഭരതനും നമ്മുടെ കൗസല്യമ്മയും കൂടി ഉള്ള ആ സംവാദം, അവരുടെ വർത്തമാനമാണ് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഈ ഭാഗം. വളരെ ഇതൊക്കെ പറയുമ്പം ഇതൊക്കെ മനുഷ്യലോകത്തിൻ്റെ കഥയും കൂടിയാണ്. എന്തിൻ്റെ? മനുഷ്യലോകത്ത് വലിയ മഹിമയുള്ളവരുടെ കഥയാണെങ്കിലും ലോകത്തിൻ്റെ കഥയും കൂടിയാണ് ഈ പറയുന്നത്. അല്ലാതെ ഭരതൻ്റെയും കൈകേയിയുടെയും സുമിത്രയുടെയും അല്ലേ രാമൻ്റെയും കഥയാണെന്ന് തെറ്റിദ്ധരിച്ച് തള്ളിക്കളയരുത്. ഇതൊക്കെ നമ്മുടെ തന്നെ കഥയാണ്. എടുക്കേണ്ടത് എടുത്തോളൂ, തിരുത്തേണ്ടത് തിരുത്തിക്കോളൂ, ഇല്ലേ? കളയേണ്ടത് കളഞ്ഞോളൂ, മാറ്റേണ്ടത് മാറ്റിക്കോളൂ, ചേർക്കേണ്ടത് ചേർത്തോളൂ, നേരെയാക്കേണ്ടത് നേരെയാക്കിക്കോളൂ. എന്താ വേണ്ടു വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ. അതിന് വേണ്ടതൊക്കെ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. വേണ്ടത് വേണ്ടവർ വേണ്ട മാതിരി എടുത്ത് അവനവനെ പരിഷ്കരിച്ചോളൂ. ഇതാണ് രാമായണം. രാമായണം അതിനുള്ളതാണ്. എന്തിനാ രാമായണം? രാമാദിവൽ പ്രവർത്തിതവ്യം ന രാവണാധിപതി. രാവനെ പോലെയാണ് ആ മട്ടിൽ വേണം പുറപ്പെടാൻ ധർമ്മത്തിൻ്റെ വഴി കൂടി. ന രാവണാധിപത്. അല്ല, രാവണാദി സമ്പ്രദായക്കാരുണ്ട്, അവരുടെ മട്ടിലും മാതിരിയിലും അല്ല എന്നാണ്. ഇതാണ് കഥാഭാഗം. നമുക്കിനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പറയാം. അപ്പോഴേക്ക് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് മുമ്പിക്ക് വന്നോളൂ. ഇപ്പം നമുക്കൊരു കുറച്ച് സമയം ഇവിടെ നിർത്താം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.